നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG ബാഴ്സലോണയെ 2-1 പരാജയപ്പെടുത്തുമ്പോൾ പലരുടെയും പ്രതികരണം കണ്ടു. ഒറ്റക്കളിയല്ലേ, ശക്തമായി തിരികെ വരും എന്നൊക്കെ. പക്ഷെ ഒറ്റക്കളിയല്ല, ചരിത്രമാണ് ഇവിടെ പിറന്നിരിക്കുന്നത്. ബാഴ്സലോണയിൽ പോയിട്ട് ബാഴ്സയെ UEFA ചാമ്പ്യൻസ് ലീഗിൽ തുടർച്ചയായി 3 മത്സരങ്ങളിൽ പരാജയപ്പെടുത്തിയ ചരിത്രത്തിലെ ആദ്യ ടീമാണ് PSG. എങ്ങനെ? എവേ മത്സരങ്ങളിൽ തുടർച്ചയായി 3 വട്ടം ബാഴ്സയെ പരാജയപ്പെടുത്തിയൊരു ടീമുണ്ടെങ്കിൽ ഇത് PSG ആണ്. എവേ മത്സരം എന്ന് പറഞ്ഞാൽ എതിരാളികൾക്ക് എവേ മത്സരം, PSG എവേ മത്സരം, ബാഴ്സയ്ക്ക് ഹോം മത്സരം. ബാഴ്സയുടെ ഹോമിൽ ബാഴ്സയെ തുടർച്ചയായിട്ട് 3 വട്ടം തോൽപ്പിക്കുക, അതാണിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ 1-4 PSG ബാഴ്സലോണയെ ബാഴ്സയുടെ മൈതാനത്തിട്ട് പഞ്ഞിക്കിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2024 ഏപ്രിലിൽ ഇവർ ഏറ്റുമുട്ടി. 2024 ഏപ്രിൽ അന്ന് 1-4 വീണ്ടും PSG വിജയിച്ചു. അതിനുശേഷം ഇതാ 2025 ഒക്ടോബറിൽ വീണ്ടും അവർ ഏറ്റുമുട്ടുന്നു. 1-2 ഇത്തവണ PSG വിജയിച്ചിരിക്കുന്നത്. PSG ആർ ദി ഫസ്റ്റ് ടീം ടു വിൻ 3 കൺസിക്യൂട്ടീവ് ഗെയിംസ് അവേ അറ്റ് ബാഴ്സലോണ ഇൻ ദി ചാമ്പ്യൻസ് ലീഗ്. പുതിയ ചരിത്രമാണ് ഇവിടെ പിറന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഹൻസി ഫ്ലിക്ക് തന്നെ പറയുന്നുണ്ട്, ഈ PSG ടീമിനെ തോൽപ്പിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അവരുടെ നിലവാരത്തിൽ ഇപ്പോൾ നമ്മുടെ ടീമില്ല, നമ്മൾ സെയിം ലെവലിലാണെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. PSG അങ്ങനെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾ ടീം ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു, ഓൾ ടീം ഒരുമിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. 1-on-1 സിറ്റുവേഷനുകളിലും മറ്റുമൊക്കെ അവർ മികച്ച രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓരോ പ്ലെയർക്കും ബോൾ വേണം, അങ്ങനെയാണ് അവർ കളിക്കുന്നത്. അവരുടെ ഇൻറ്റൻസിറ്റി ഒന്ന് വേറെയാണ്. അവരോട് മുട്ടാൻ ഇപ്പോൾ നമ്മളായിട്ടില്ല, പക്ഷേ കഴിയും. അവരെപ്പോലെ തന്നെ നമുക്കും കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതിന് വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഹൻസി ഫ്ലിക്ക് വിലയിരുത്തിയത്. ഏതായാലും ഈ ടീം വേറെ ലെവലാണ്. ലൂയിസ് എൻറിക്കെ അവരെ കൂടുതൽ വിവരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉറച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.